മഹാദേവന്റെ അനുഗ്രഹം എല്ലാ ഭക്തരിലും നിറയട്ടെ. ഭക്തരെ, ആഗ്രഹങ്ങൾ തീവ്രമാണെങ്കിൽ ജീവിതയാത്രയിലെ തടസ്സങ്ങൾക്ക് നിങ്ങളെ തളർത്താൻ കഴിയില്ല. ഇരുട്ടിലാണ് വെളിച്ചം വേണ്ടത്. ഒറ്റയ്ക്കാകുമ്പോഴാണ് കൂട്ടുവേണ്ടത്. സ്നേഹം ആഗ്രഹിക്കുമ്പോഴാണ് അത് കിട്ടേണ്ടത്. ആവശ്യം കഴിഞ്ഞ് കിട്ടുന്നതെന്തും വിലയില്ലാത്തതാണ്. ഒരു ബന്ധത്തിൽ ഒരിക്കലും വഴക്കില്ലെങ്കിൽ ആ ബന്ധം നിലനിർത്തുന്നത് ഒരിക്കലും മനസ്സുകൊണ്ടല്ല, ബുദ്ധി കൊണ്ടാണെന്ന് മനസ്സിലാക്കുക. ആളുകൾ നിങ്ങളെ വേദനിപ്പിക്കുന്നത് എന്തിനാണെന്ന് ചോദിക്കരുത്. എന്തിനാണ് നിങ്ങൾ അതിനെ അനുവദിക്കുന്നതെന്ന് സ്വയം ചോദിക്കുക. ഭക്തരെ, സത്യസന്ധരായ മനുഷ്യർക്ക് തെറ്റുപറ്റും. എന്നാൽ മനഃപൂർവ്വം ആരോടും തെറ്റ് ചെയ്യാൻ അവർക്ക് സാധിക്കില്ല. ബന്ധങ്ങൾ നിലനിർത്തിക്കൊണ്ടു പോകാൻ ചിലപ്പോൾ അന്ധനും ചിലപ്പോൾ ബധിരനും ചിലപ്പോൾ മൂകനും ആകേണ്ടി വരും. സൂര്യനെയും ചന്ദ്രനെയും മറയ്ക്കാൻ കഴിയാത്ത പോലെ സത്യത്തെയും ദീർഘനേരം മറയ്ക്കാൻ സാധിക്കില്ല. സമയമാകുമ്പോൾ അത് എല്ലാവർക്കും വെളിപ്പെടും. സുന്ദരമായ മുഖം പലർക്കുമുണ്ടാകും. എന്നാൽ മനോഹരമായ ഹൃദയം ചിലർക്കു മാത്രമേയുള്ളൂ. ഭക്തരെ, ജീവിക്കാൻ എളുപ്പമാണ്. പക്ഷേ മറ്റുള്ളവരെ പോലെ ജീവിക്കാൻ നോക്കിയാലാണ് ജീവിതം പ്രയാസകരമാകുന്നത്. ഒരുപാട് സൗന്ദര്യമോ സൗകര്യമോ സൗഭാഗ്യമോ ഉണ്ടായിട്ട് കാര്യമില്ല. സ്നേഹവും സമാധാനവും ഇല്ലെങ്കിൽ ഏത് മണിമാളികയും നരകതുല്യമാണ്. ഭക്തരെ, മറന്നു കളയേണ്ട ഓർമ്മകളെ മുറുകെ പിടിച്ചുകൊണ്ട് മനസ്സിനെ വേദനിപ്പിക്കാം എന്നല്ലാതെ ഒരു പ്രയോജനവുമില്ല. തെറ്റായ ഒരു തീരുമാനത്തിന് ജീവിതം മുഴുവൻ തെറ്റിപ്പോയി എന്നൊരർത്ഥമില്ല. ജീവിതത്തിൽ നല്ല തീരുമാനങ്ങളെടുക്കാൻ ചില മോശം അനുഭവങ്ങൾ ആവശ്യമാണെന്ന് കരുതിയാൽ മതി. തെറ്റ് സംഭവിക്കുന്നിടത്ത് സത്യത്തെ മറച്ചു വെക്കേണ്ടി വരും. ശരിയായ ബന്ധങ്ങൾക്ക് അതിൻ്റെ ആവശ്യമില്ല. ഇങ്ങനെ സന്തോഷം തരുന്നതെല്ലാം പിന്നീട് സമാധാനം തരുമെന്ന് പ്രതീക്ഷിക്കരുത്. ആവർത്തിക്കുന്നതൊന്നും അറിവില്ലായ്മയിൽ സംഭവിക്കുന്നതല്ല, പൂർണ്ണമായ മനസ്സോടെയാണ്. ഒരു തെറ്റ് പറ്റിപ്പോയേക്കാം. പറ്റിക്കൊണ്ടേയിരിക്കുന്നത് അത് പറ്റിക്കുന്നതാണ്. തൊട്ടാൽ വാടുമെന്ന് അറിയാവുന്നത് കൊണ്ടാണ് എല്ലാവരും തൊട്ടാർവാടിയെ തൊട്ടുനോക്കുന്നത്. നിങ്ങൾക്ക് വേദനിക്കും എന്നറിയുന്നത് കൊണ്ടാണ് പലരും നിങ്ങളെ വേദനിപ്പിക്കുന്നത്. ഭക്തരെ, ഒരു വാതിൽ അടയുമ്പോൾ മറ്റൊന്ന് തുറക്കുന്നു. പക്ഷേ പലപ്പോഴും നിങ്ങൾ അടഞ്ഞ വാതിലിനു മുമ്പിൽ മാത്രം നിൽക്കുമ്പോൾ നിങ്ങൾക്കായി തുറന്ന അനേകം വാതിലുകൾ കാണാതെ പോകുന്നു. മറ്റുള്ളവരുടെ കണ്ണ് നിറച്ചുകൊണ്ട് ഒരാൾ നേടിയെടുക്കുന്ന ഏതൊരു സന്തോഷത്തിനും അല്പായുസ്സേ കാണൂ. അകറ്റി നിർത്തേണ്ടവരെ അകറ്റി തന്നെ നിർത്തണം. അല്ലാതെ വീണ്ടും നിങ്ങളിലേക്ക് തന്നെ അടുപ്പിച്ചാൽ അത് നിങ്ങളുടെ നാശത്തിനല്ലാതെ വേറൊന്നിനും വഴിവെക്കില്ല. ഭക്തരെ, സമയവും സാഹചര്യവും എപ്പോൾ വേണമെങ്കിലും മാറാം. അതിനാൽ ആരെയും വില കുറച്ച് കാണരുത്. നിങ്ങൾ ശക്തനായിരിക്കാം, എന്നാൽ സമയം നിങ്ങളെക്കാൾ ശക്തനാണ്. സ്വയം തീരുമാനങ്ങൾ എടുക്കാൻ കഴിയാത്തവരുടെയും തീരുമാനങ്ങളിൽ ഉറച്ചു നിൽക്കാൻ കഴിയാത്തവരുടെയും ജീവിതം മറ്റുള്ളവരുടെ കയ്യിലെ പാവയെപ്പോലെയായിരിക്കാം. നിങ്ങളുടെ കാര്യങ്ങൾ എല്ലാം വെട്ടിത്തുറന്ന് പറയുകയും എല്ലാവരുമായി പങ്കുവയ്ക്കുകയും ചെയ്യരുത്. നിങ്ങളുടെ ജീവിതത്തിൽ രഹസ്യമായി സൂക്ഷിക്കേണ്ട കാര്യങ്ങൾ രഹസ്യമായി തന്നെ സൂക്ഷിക്കുക. ഭക്തരെ, ചതിച്ചവർക്ക് നിങ്ങളുടെ മുന്നിൽ ഭംഗിയായി ജീവിക്കാമെങ്കിൽ ചതിക്കാത്ത നിങ്ങൾക്ക് അവരുടെ മുന്നിൽ അതിലും നന്നായി ജീവിക്കാൻ കഴിയും. ഒന്നും ഒളിപ്പിച്ചു വയ്ക്കാൻ സാധിക്കാത്തവർക്കും ആത്മാർത്ഥമായി സ്നേഹിക്കുന്നവർക്കും എന്നും കൂട്ടിനുണ്ടാകുന്നത് വേദനകൾ മാത്രമായിരിക്കും. നഷ്ടങ്ങൾ എന്നും നഷ്ടങ്ങൾ തന്നെയാണ്.
ചില നഷ്ടങ്ങൾ ജീവിതാവസാനം വരെ നിങ്ങളെ വേദനിപ്പിച്ചുകൊണ്ടേയിരിക്കും. ഭക്തരെ, ഉള്ളവനിലേക്ക് നോക്കിയാൽ നിങ്ങൾക്ക് ഒരുപാട് നേടാനാകും. ഇല്ലാത്തവനിലേക്ക് നോക്കിയാൽ നിങ്ങൾ ഒരുപാട് നേടിയവനാകും. വേദനിപ്പിക്കാൻ എല്ലാവർക്കും കഴിയും. എന്നാൽ വേദനിക്കുന്നവർക്ക് അത് എത്ര ആഴത്തിൽ അനുഭവപ്പെടുമെന്നോ എങ്ങനെ ഉരുകിത്തീരുമെന്നോ അവർക്ക് മനസ്സിലാക്കാൻ കഴിയില്ല. ജീവിതത്തിലെ പ്രധാനപ്പെട്ട പോരാളിയാണ് ക്ഷമ. കാരണം മിടുക്കനായ ഒരാൾക്ക് ചെയ്യാൻ കഴിയാത്തത് ക്ഷമയുള്ള ഒരാൾക്ക് നേടാനാകും. ഒരാളോട് ക്ഷമിക്കുന്നത് നിങ്ങളുടെ നല്ല മനസ്സാണ്. എന്നാൽ അയാളെ വീണ്ടും വിശ്വസിക്കുന്നത് നിങ്ങളുടെ മണ്ടത്തരമാണ്. ഭക്തരെല്ലാം സന്തോഷത്തോടു കൂടിയിരിക്കുക. മഹാദേവന്റെ അനുഗ്രഹം എല്ലാ ഭക്തരിലും നിറയട്ടെ. ഓം നമഃ ശിവായ.